ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് പാലട പായസത്തിന് ഉപയോഗിക്കുന്ന അട അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും പുറത്തുനിന്നുള്ള അട വാങ്ങിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ സമയത്ത് ഇപ്പോൾ കൊറോണ സമയത്ത് പല കടകളിലും നമ്മൾ ഉപയോഗിച്ചിരുന്ന ബ്രാൻഡൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പരിഗണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കി. അപ്പോൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലട പായസം കുടിച്ചപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ സദ്യയിലത്തെ പായസം കുടിച്ച അതേ ഫീലിംഗ് ഉണ്ട്. ഒട്ടും തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ഡൗട്ട് തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചേച്ചി പറയുന്നത് സത്യം എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ വീനാസ് കറികളിൽ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓണത്തിന്റെ ഡിഷസിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഒരുമിച്ച് പ്ലേലിസ്റ്റ് ആയിട്ട് ഓണം പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ നമ്മുടെ വീനാസ് കറികളിനോടൊപ്പം ഈ വർഷം ഓണാഘോഷിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓണാഘോഷിക്കുന്നത്, അതായത് സദ്യ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തരൂ. ഞാൻ നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള പാലട പായസം അതും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അട വെച്ച് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാലട പ്രഥമന് ഉപയോഗിക്കുന്ന അട എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്, അതായത് പായസം റൈസ്. നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ പായസം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരി. ഇതിന് റെഡ് റോ റൈസ് എന്നാ പറയാ. പായസം റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്, മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ ഇതില്ലെങ്കിൽ മാത്രം പച്ചരി ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന അരി ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ സദ്യയിൽ കിട്ടുന്ന ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഉണക്കലരി തന്നെ വേണം. ചിലർ അരിപ്പൊടി എടുത്തിട്ട് കുഴച്ചിട്ടും എന്താ പറയുക, നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ ചെയ്തിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇത് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓവർനൈറ്റ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിടാൻ കുതിർക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് ഈ അരി നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. നമ്മളിപ്പോൾ സാധാരണ പച്ചരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പക്ഷെ ഈ ഉണക്കലരി കുറച്ചധികം സമയമെടുക്കും കുതിർന്ന് കിട്ടാൻ. അപ്പം ഞാനിതിപ്പോൾ രാത്രി മുഴുവനും നേരം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന അരിയാണിത് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരി. ഇത് 1 ലിറ്റർ പായസത്തിനാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് അരി മതിയാകും. ഞാനിപ്പോൾ ഇത് 2 ലിറ്റർ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് 1 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നന്നായി അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഡ്ഡലി മാവിന്റെ പരുവത്തിലായിരിക്കണം അരക്കേണ്ടത്. അപ്പോൾ ഞാൻ എത്ര വെള്ളം ഉപയോഗിച്ചു എന്നുള്ള കാര്യം അവസാനം പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ടെങ്കിൽ ഈ അരി കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പൊടിഞ്ഞു വരും. അതിൻ്റെ അർത്ഥം നന്നായി കുതിർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുതേ. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് അരച്ച് നോക്കാം. അരയുന്നില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് പോലെ ഒഴിച്ചിട്ടില്ല. അരച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസി, ശരിക്കും ഇഡ്ഡലി മാവിന്റെ പരുവം. അപ്പൊ ഞാൻ ആദ്യം ഒഴിച്ചിരുന്ന അത്രയും വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടില്ല. അതായത് 1/4 ഗ്ലാസ് പോലെ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് നോക്കുക. അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ മതി. അല്ലാണ്ട് ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിതിനി വാഴയില അണിയണം. വാഴയില ഇല്ലാത്തവർക്കും ഞാൻ എങ്ങനെയാ ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള വാഴയില എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി വാഴയില കാണുമ്പോൾ തന്നെ. അപ്പോൾ നമുക്കിതിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ, വാഴയിലേനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും വാഴയില നന്നായിട്ട് മുറിക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പം കത്രിക വെച്ച് മുറിക്കുന്നതാണ്. അപ്പൊ പിന്നെ ഒട്ടും തന്നെ പൊട്ടിപ്പോകില്ല. അപ്പൊ നമുക്ക് കുറച്ച് മേലോട്ട് വരുന്ന രീതിയിൽ ഈ ഒരു വൈറ്റ് പോർഷൻ ഇല്ലേ, ഇതിലോട്ട് ആ തണ്ടിന്റെ ഭാഗത്തോട്ട് വെച്ചൊന്ന് മുറിച്ചാൽ മതി. വാഴയില കീറി എടുത്താൽ മതി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു പീസ് വാഴയില മുറിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് വീണ്ടും ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം. ഇപ്പൊ ഈ ഒരു വീതി വരുന്ന രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. അതായത് ഒരു വാഴയിലയുടെ ഹാഫ് പോർഷനെ നമുക്ക് 3 ആയിട്ട് മുറിക്കാം. അങ്ങനെ എല്ലാതും
അപ്പോൾ എത്ര അട വേണം അത്രയും വാഴയില ഉണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ വാഴയിലയുടെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ 6 പീസ് വാഴയില എടുത്തിട്ട് ആദ്യം തന്നെ സ്റ്റീം ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി അതേ വാഴയില തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് 2 വാഴയില കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സെയിം വാഴയില തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വാഴയില കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഒട്ടും തന്നെ കളയണ്ട കേട്ടോ, കാരണം വാഴയിലേക്ക് ഇവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒരു തരി പോലും നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയണ്ട. അപ്പൊ വാഴയില ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നാര്, ഇതിന്റെ വാഴയിലയുടെ നാര് എടുക്കണം. കാരണം ഇത് കെട്ടാൻ വേണ്ടിയിട്ട്. അതിപ്പോ നിങ്ങൾക്ക് വാഴയിലയുടെ നാര് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു നൂലെടുത്ത് കെട്ടി കൊടുത്താലും മതിയാകും. ഉണങ്ങി കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുക. അപ്പൊ ഇതേപോലെ ഞാൻ എടുത്ത് വെക്കട്ടെ. അപ്പൊ വാഴയിലയുടെ നാര നിങ്ങൾക്കുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇത് കെട്ടി കൊടുക്കണം. അപ്പൊ നാരും റെഡിയാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി വാഴയിലയില് നമുക്ക് അണിയാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് വാഴയിലയുടെ ബാക്ക് സൈഡിലോട്ടാണ് അണിയേണ്ടത്. അപ്പൊ ബാക്ക് സൈഡ് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മുടെ മാവ് എടുക്കുക. ഒരുപാട് ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. അതായത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒഴിക്കാൻ പറ്റണം. ഒഴിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ശരിയാവില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം ഈ നടുവിലായിട്ട് ഇങ്ങനെ അണിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പെർട്ടിക്കുലർ ഷേപ്പ് വേണമെന്നൊന്നുമില്ല, എങ്ങനെ ഒഴിച്ചാലും കുഴപ്പമില്ല. ഒരുപാട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ വളരെ തിന്നായിട്ടാണ് ഇത് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണത്തിനൊക്കെ കാക്കയിരിപ്പിന് വേണ്ടി അണിയില്ലേ, അതേപോലെ ഇത് മതി. ഇതിന് ശേഷം നമുക്കിതിനെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇപ്പൊ ചുരുട്ടുമ്പോൾ സമയത്ത് വാഴയില പൊട്ടിപ്പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് വാഴയിലെ തീയിൽ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തോളൂ കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ ഇലയിനെയും ചുരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വള്ളിയില്ലേ, വള്ളി വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുക. വള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നമ്മുടെ സാധാരണ ഒരു നൂല് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് കെട്ടിക്കൊടുത്താലും മതിയാകും. ഇതുപോലെ തന്നെ എല്ലാ വാഴയിലും നമ്മുടെ മാവ് ഒഴിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഇലയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബേക്കിംഗ് ഷീറ്റ് ആണ്, അതായത് പാർച്ച്മെന്റ് പേപ്പർ എന്ന് പറയില്ലേ. നല്ല ക്വാളിറ്റി പാർച്ച്മെന്റ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞ ദിവസം, അപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ലോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലാണ് ആകെ വെള്ളം സ്റ്റീം കയറുമ്പോൾ ഇതെല്ലാം അലിഞ്ഞു പോണത് കേട്ടോ. കാരണം ആദ്യം ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല ക്വാളിറ്റി ഞാൻ പേപ്പർ വാങ്ങിച്ചപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ഇതിന്റെ ബട്ടർ പേപ്പർ എന്നും പറയും. അതിലോട്ട് നമുക്ക് കുറച്ച് മാവ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇല ഇല്ലാത്തവർക്കാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഒരുപാട് നിറയ്ക്കാൻ പാടില്ല, കാരണം നമ്മളിതിങ്ങനെ ചുരുട്ടുന്ന സമയത്ത് പുറത്തേക്ക് പോരും. അതുകൊണ്ട് 2 സൈഡിലും കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം വേണം ഇത് ചുരുട്ടി കൊടുക്കാൻ കേട്ടോ. നേരത്തെ പോലെ തന്നെ ഇത് കെട്ടിക്കൊടുക്കാം. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വാഴയില്ലെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഞാനിതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാൻ 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ വെള്ളത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇടാം. അപ്പം ഞാനിപ്പോൾ സ്റ്റീം ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ 1/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായി ആവി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഈ വാഴയിലൊക്കെ വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മുടെ വാഴയില വെച്ചു കൊടുക്കാം. എല്ലാം ഒരുമിച്ച് വെച്ചോളൂ കേട്ടോ. ഒരു 10-12 മിനിറ്റ് ഒക്കെ എടുത്തോട്ടെ. അപ്പൊ വാഴയിലയുടെ വലിപ്പം അനുസരിച്ചൊക്കെ എണ്ണത്തിൽ മാറ്റം വരും. അപ്പൊ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഒരു ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ലൂസായിട്ട് നമ്മൾ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഈ മാവിന്റെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അപ്പൊ നമുക്കിത് ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടോ. ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓഫ് ചെയ്യാണേ. നമുക്ക് തുറക്കാം. ഇലയെല്ലാം വാടി നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് ഇച്ചിരി ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോന്ന് ഒലിച്ചെടുക്കാം കേട്ടോ. സദ്യയിലൊക്കെ അവർ വെള്ളത്തിലാണ് ഇടാറുള്ളത്. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ സൗകര്യമായിട്ട് തോന്നിയത്. ഒരല്പം ചൂടാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. എല്ലാം ഒരു 5 മിനിറ്റ് ആയിട്ടോ പുറത്തെടുത്ത് വെച്ചിട്ട്. നമുക്ക് ഇനി അതിൽ നിന്ന് അടർത്തി എടുക്കണം. അതിന് മുൻപായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. ആ വെള്ളത്തിലോട്ടാണ് നമ്മൾ അട ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നോർമൽ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നും അല്ല. ഇല കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഇല തന്നെ വീണ്ടും റീയൂസ് ചെയ്യാം. അപ്പോൾ ഈ നാരും നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ഇല ഇങ്ങനെ എടുക്കാം. അതെങ്ങനെ വെന്ത് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ അട ഇരിക്കുക. അതിന് ശേഷം ഇലയിൽ നിന്ന് പതുക്കെ ഈ അട വിടിയിച്ചെടുക്കുക. അപ്പോൾ ഇലയിൽ നിന്ന് വിടിയിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോയ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് എന്തായാലും ചെറുതാക്കി മുറിക്കേണ്ടതാണ്.
അപ്പോൾ സദ്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു വലിയൊരു കൊട്ടയുണ്ടാവും. ആ കൊട്ടയുടെ ഈ അട ഇട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വളരെ നൈസായിട്ട് ഇങ്ങനെ വരും. അപ്പം നമുക്ക് അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ചെറുതാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹോം മെയ്ഡ് അട ഇരിക്കുക. അതുകൊണ്ട് കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഒരുപാട് കട്ടിയിലായി കഴിഞ്ഞാൽ അടപ്രഥമൻ്റെ അട പോലെ ആവും. അതുകൊണ്ടാണ് ഞാൻ വളരെ നൈസായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, അണിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം. ഇതുപോലെ ഓരോ ഇലയിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് വെച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നമ്മൾ പേപ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്ന അട എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതും പതുക്കെ ഇതേപോലെ തന്നെ വെടിച്ചെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ പേപ്പറിൽ വെച്ചിട്ടും ഇതുപോലെ അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇലയിൽ ഉണ്ടാക്കുന്ന അടയുടെ അത്ര സോഫ്റ്റ്നെസ് ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അടയെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ ഇലയിൽ നിന്ന് എല്ലാ അടയും റിമൂവ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഈ കൊറോണ സമയം ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും അട കിട്ടാനില്ല. കിട്ടുന്ന അട തന്നെ നല്ലതാണോന്ന് അറിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് എപ്പോഴും എല്ലാ വർഷവും വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഓണം എപ്പോഴും ദുബായിലാണ് ആവാറുള്ളത്. അപ്പോൾ സൂരജിൻ്റെ പാലടയാണ് ഞാൻ വാങ്ങിച്ചിട്ട് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം സൂരജൊന്നും കിട്ടിയില്ല. പിന്നെ ഏതാണ് നല്ലതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണ് കുറേ റിക്വസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഹോം മെയ്ഡ് അട വേണം, ഞങ്ങൾക്ക് അവൈലബിൾ അല്ല അട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത വിഷുവിന് ഞാൻ അടപ്രഥമൻ്റെ അടയും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പാലട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ. പിന്നെ എല്ലാ പായസവും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അട വെച്ച് ചെയ്യുന്നതും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 12 മിനിറ്റാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് പോരാണ്ട് വന്നു. 12 മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ഇതാ അപ്പം ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 3-4 വട്ടം വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ചെറുതായിട്ട് അരിയണം. എങ്ങനെയാണ് നമ്മൾ പാലട പായസത്തിൽ ഉണ്ടാവുന്നത്, വളരെ നൈസായിട്ടല്ലേ ഉണ്ടാവും. അതുപോലെ കത്തി വെച്ചിട്ട് അരിയലുണ്ട്. കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താലും വരും, പക്ഷെ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് സദ്യയിൽ ചെയ്യണ പോലെ ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കത്തി വെച്ച് അരിയുന്നതായിരിക്കും നല്ലത്. നമ്മുടെ അട ഞാൻ ഒരുപാട് തവണ വാഷ് ചെയ്തതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ വളരെ നൈസാക്കി ചെറുതായിട്ട് പൊടിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടിഞ്ഞ് പോവാത്തത് മാത്രം ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം. മിക്സിയിലൊന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ ചെറുതായിട്ട് പോവും, ആകെ അരിഞ്ഞു പോവും. അതുപോലെ നിങ്ങൾക്ക് ഇതിനേക്കാളും വേറെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു മാത്രം. ഇതെനിക്ക് ശ്രീലക്ഷ്മി, എൻ്റെ കറിവേൾഡിൻ്റെ അഡ്മിൻ ശ്രീലക്ഷ്മിയാണ് ഇങ്ങനത്തെ സ്റ്റീം ചെയ്യുന്ന പരിപാടി പറഞ്ഞു തന്നത്. അപ്പോൾ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് പിങ്ക് കളർ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ പാലെടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ പിങ്ക് കളർ ആക്കാൻ ഇടാം. അപ്പോൾ നിങ്ങൾ ആ പാല് പിങ്ക് കളർ ആക്കാൻ ഇടുന്ന സമയത്ത് ഇത് ചെയ്താലും മതിയാവും കേട്ടോ, സമയം ലാഭിക്കണം എന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നേരത്തെ ചെയ്തു വെച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇത് തലേദിവസം വേണമെങ്കിൽ അട റെഡിയാക്കി വെക്കാം. തലേദിവസം അട റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. അത് മറക്കരുത്, പുറത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ അട കട്ടിയായിട്ട് മാറും. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു ദിവസം മാത്രമേ അട സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. 2-3 ദിവസം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, രാത്രി വെള്ളത്തിലിട്ട് വെച്ചു. രാവിലെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് വീണ്ടും 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ പിങ്ക് കളറായിരിക്കുന്ന പാലിലോട്ട് ഇത് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ 2 ദിവസം വരെ ഇരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫ്രിഡ്ജിൽ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിറ്റേ ദിവസം എടുത്ത് വെള്ളം മാറ്റി വെച്ചാൽ മതിയാകും. അങ്ങനെയാണ്. പക്ഷെ ഇത് അപ്പം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. ഞാനിനി പാല് റെഡിയാക്കട്ടെ, അതിനുശേഷം നമുക്കത് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 8 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, അതായത് പാടയൊന്നും നീക്കാത്ത പാല് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അതിലോട്ട് ഞാനൊരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി പിന്നെ നോക്കിയിട്ട് മധുരം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ആദ്യം തന്നെ ഒരുപാട് മധുരം ഇടണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ആയിട്ടുള്ള വാഷറുള്ള കുക്കർ വേണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ച് സ്പേസ് ഉണ്ടാവണം. കുക്കർ ഒരുപാട് ചെറിയ കുക്കറാണെന്നുണ്ടെങ്കിൽ ഇത്രയും പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇച്ചിരി വലിയ കുക്കർ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാല് നന്നായി തിളക്കട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ പിടിക്കും. വെയിറ്റ് വെക്കണം. വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൽ പ്രഷർ ബിൽഡ് ചെയ്യുള്ളൂ. അപ്പോഴാണ് പീച്ച് കളർ ആവുള്ളൂ. ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പീച്ച് കളർ ആവുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായി തിളക്കട്ടെ
പാല്. കുറെ പേര് പാട മാറ്റിയ പാല് വെച്ചിട്ടും അതായത് സ്കിംഡ് മിൽക്ക് വെച്ചിട്ടും ഉണ്ടാക്കിയിട്ട് ശരിയായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് ലൈഫ് മിൽക്ക് വെച്ചിട്ടും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷേ എപ്പോഴും പാട മാറ്റാത്ത പാലാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നാട്ടിലത്തെ പാല് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ എപ്പോഴും നല്ല നീറ്റായിരിക്കണം. നന്നായിട്ട് വാഷ് ചെയ്ത് ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് എന്തെങ്കിലും കറികളുടെയൊക്കെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള വാഷറുള്ള കുക്കറാണെങ്കിൽ സൂപ്പറായിട്ട് നമ്മളെ പാല് നല്ല പീച്ച് കളറായിട്ട് വരും. അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അടച്ചു വെക്കുകയാണ്. വെയിറ്റോട് കൂടി തന്നെ, വെയിറ്റ് വേണം, നിർബന്ധമാണ്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കുക. 1 മണിക്കൂർ ഇത് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രഷർ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഷൂ എന്നുള്ളൊരു സൗണ്ട് കേൾക്കണം. അത് നിർബന്ധമാണ്. തൊട്ട് നോക്കുമ്പോൾ ചൂടും വേണം. ഇപ്പോൾ എൻ്റെ ഇതിൽ എനിക്ക് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറാണ്. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റവ് അനുസരിച്ച് അതിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ നല്ലോണം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ വെയിറ്റ് മുകളിലേക്ക് പൊക്കാൻ നോക്കുമ്പോൾ അതിൽ പ്രഷർ ഉണ്ടായിരിക്കണം, സൗണ്ട് ഉണ്ടാവണം. എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ച് മാറ്റം വരും. 1 മണിക്കൂർ കുക്ക് ചെയ്യുക. പിന്നെ നമുക്ക് 1 മണിക്കൂറിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. അതായത് തണുത്തതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ പ്രഷർ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന്. ഈ ഒരു ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ തീ കൂട്ടി വെക്കണം. 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്യുകയാണേ. നമുക്ക് ഇനി ഇതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ കുറേ നേരം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറക്കാം. നമ്മുടെ കുക്കർ പീച്ച് കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് അടയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഞാനൊരു വേറെ പാത്രത്തിലോട്ട് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ ക്യാമറയിൽ കാണുമ്പോൾ അധികം കളർ തോന്നുന്നില്ല, പക്ഷെ നല്ല കളറുണ്ട് കേട്ടോ ഈ പാലിന്. അപ്പോൾ കുറച്ച് നേരം നമുക്കിത് വറ്റിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ആ അട ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അട ഇതാ ഞാൻ വീണ്ടും വാഷ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ഇടണം കേട്ടോ. വെള്ളത്തിൽ ഒന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അട ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് മാറും. അപ്പോൾ വെള്ളത്തിൽ തന്നെ എടുത്ത് നമുക്ക് പതുക്കെ പാലിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റേ പായസത്തിൽ ചെയ്ത പോലെ നെയ്യിലൊന്നും വഴറ്റുന്നില്ല ഞാൻ. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഇപ്പം നമ്മുടെ സദ്യ പാലടയിൽ നെയ്യ് ഒഴിക്കില്ല സാധാരണ അവർ. ഇനി ഇതിൽ കിടന്ന് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന 1.5 ഗ്ലാസ് വെള്ളമില്ലേ, അതൊന്ന് വറ്റണം. കുറച്ചും കൂടെ ഒന്ന് കുറുക്കി കഴിഞ്ഞാലാണ് പായസത്തിന്റെ കൺസിസ്റ്റൻസിയിലോട്ട് ആവുള്ളൂ. അത് വിചാരിച്ചിട്ട് ഒരുപാട് വറ്റിക്കണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അത് കട്ടയാവും. പിന്നെ പായസം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഒന്നും വറുത്തിടില്ല. സാധാരണ രീതിയിൽ സദ്യ പാലടയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ ജാൻചേട്ടന് മുന്തിരി ഇല്ലാണ്ട് ഭയങ്കര സങ്കടം. അപ്പൊ ഞാൻ ജാൻചേട്ടന് മാത്രം എക്സ്ട്രാ മുന്തിരി ഫ്രൈ ചെയ്തിട്ട് തനിയെ ഇട്ട് കൊടുക്കും. അല്ലാണ്ട് ഇതിൽ ഞാൻ ഇടില്ല. അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. അതുപോലെ നെയ്യും വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. മുന്തിരിയിൽ പായസം ചേട്ടൻ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലാണ്ട് പായസത്തിൽ മുന്തിരി അല്ല. അപ്പൊ നമ്മുടെ പായസത്തിലോട്ട് 1 നുള്ള് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണെ. 1 നുള്ള് ഉപ്പ് ചേർത്താലാണ് ആ മധുരം ക്രമീകരിച്ച് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതേപ്പോ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇരിക്കുന്ന ഓരോ ഈ പായസം കുറച്ചും കൂടെ തിക്കായി മാറും. അതുകൊണ്ട് ഒരുപാട് തിക്കാക്കണ്ട. അപ്പൊ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് പായസം ഓഫ് ചെയ്യാം. ഞാനിപ്പോ മധുരം നോക്കിയപ്പോ ഒരു ഇച്ചിരി മധുരം കുറവുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇത് മതിയാകും. അപ്പൊ മധുരം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ പായസം എന്താ കുറുകിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഇരിക്കുന്നതോറും കട്ടയായിട്ട് മാറും. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ഉള്ള സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് ഇടാം കേട്ടോ. പിന്നെ മുകളിൽ പാടയൊക്കെ തെളിയുന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലോട്ട് കുറച്ച് പാടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാല് താഴോട്ട് വീണോളും. പാട നമ്മുടെ അരിപ്പയിലോട്ട് വരികയും ചെയ്തോളും കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ അതാ കുഴപ്പം, പാട വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാലടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള അട വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക രുചിയാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും വീനാസ് കറിവേളിന്റെ വക ഒരു ഹാപ്പി ഓണം ഞാൻ നേരുന്നു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യാം. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ പായസം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ട്. ഇതിപ്പോ 8 ഗ്ലാസ് ആണ് നമ്മള് ഈ പായസം കേട്ടോ. അതായത് 8 ഗ്ലാസ് 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 8 ഗ്ലാസ് ആണ്. പ്ലസ് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വറ്റി വന്നപ്പോ 8 ഗ്ലാസ് ഉണ്ടാവും. 8 പേർക്ക്, ചെറിയ ഗ്ലാസ്സിലൊക്കെ 8 പേർക്കൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.